ഇടിമിന്നൽ ഏൽക്കാൻ സാധ്യതയുള്ളതിനാൽ ആരും മുകൾ ഭാഗങ്ങളിൽ നിൽക്കാൻ പാടില്ല. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നിറ്റ്സോമിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മൾ മിസ്റ്റി ഹിൽ റിസോർട്ടിൽ നിൽക്കുകയാണ്. കഴിഞ്ഞ 2 വീഡിയോസ് നിങ്ങൾ കണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ പോയി കാണുക, ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇന്ന് 2ാമത്തെ ദിവസമാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ പ്ലാൻ എന്ന് വെച്ചാൽ ഇപ്പോൾ കഴിക്കണം. ബസ്സും ജാനും ഒക്കെ റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ തൊട്ടടുത്താണ് പാഞ്ചാലിമേട്, ഒരു 600 മീറ്ററേ ഉള്ളൂ. അവിടെ പോകണം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഹാഷ്ലി ബംഗ്ലാവ്, അമ്മച്ചി കൊട്ടാരം, പിന്നെ പരുന്തംപാറ, അങ്ങനെ കുറച്ച് സ്പോട്ടുകളുണ്ട്. സമയം പോലെ നമുക്ക് കവർ ചെയ്യാൻ പറ്റുമെങ്കിൽ അവിടെയും കവർ ചെയ്യണം. പിന്നെ ഇതിനിടയിൽ ചെറിയൊരു പണി നമുക്ക് കിട്ടി. ബസ്സിന്റെ കാല് പോയി. ബസ് ഇന്നലെ കൂടെ ഫുൾ ഓടിക്കളിച്ച് രാത്രി 10 മണി വരെയും പാർക്കിൽ തന്നെയായിരുന്നു. ഫുൾ ഓടിക്കളിച്ച് അങ്ങനെ ഇന്ന് കാലിന് പണി കിട്ടിയിട്ടുണ്ട്. അവിടെ സ്വിങ്ങിൽ കയറി ഇടിച്ചെന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ ഞൊണ്ടി ദൂ അവിടെ പോയി ഇരിപ്പുണ്ട്. അതുകൊണ്ട് നടക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പൊ പാഞ്ചാലിമേടാണെങ്കിലും അവിടെ എൻട്രൻസ് വരെ വണ്ടി പോകത്തുള്ളൂ. അത് കഴിഞ്ഞിട്ടൊരു 500 മീറ്റർ നമുക്ക് നടക്കാനുണ്ട്. ബസ് നടക്കുമെന്ന് തോന്നുന്നില്ല. എനിവേ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം. അത് കഴിഞ്ഞിട്ട് ബാക്കി പരുന്തംപാറ അങ്ങ് അറ്റം വരെ വണ്ടി പോകുമെന്നാണ് പറയുന്നത്. നടക്കേണ്ടതൊന്നും ആവശ്യമില്ലെന്ന്. അടുത്ത വർഷം വെയിലാണ്. 9 മണി ആയതേ ഉള്ളൂ. ഇപ്പോഴേ നല്ല വെയിൽ വന്നിട്ടുണ്ട്. അതാ എൻ്റെ മുഖത്തൊക്കെ നന്നായിട്ട് അടിക്കുന്നുണ്ട്. അധികം ചൂടില്ല, ഒരു ചെറിയ തണുത്ത കാറ്റൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും നല്ല വെയിലാണ്. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നേരെ അങ്ങോട്ട് പോവാം. ഹലോ, പണി കിട്ടിയ ആള് നിൽക്കുന്നു. കാല് വയ്യല്ലേ? ഇങ്ങനെ നടക്കും. ഇന്നലെ ഓടിക്കളിച്ചപ്പോൾ ആലോചിക്കണമായിരുന്നു. ഇടിച്ചാ? ഊഞ്ഞാലിടിച്ചാ? ഇപ്പോഴാണ് പറയുന്നത്. ഇതാ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എന്തൊക്കെയാ? ഉപ്പുമാവ്, ബ്രെഡ്, പൂരി, കിഴങ്ങ് കറി, കട്ട് ഫ്രൂട്ട്സ്, മുട്ട. ഒരുപാട് ഐറ്റംസ് ഉണ്ടല്ലോ. ബസ് എല്ലാം കഴിക്കുമോ? വേറെ ആൾ റെഡി ആയിട്ടുണ്ട്. ജാനു, ഹലോ, ഹായ് പറ. എനിക്ക് സമയമില്ലെന്ന്. രണ്ടും കൂടി ഒന്നും വെക്കരുത്, അതാണ് പ്രശ്നം. ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എത്തി, പാഞ്ചാലിമേട്. നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ഒരു 600 മീറ്ററേ ഉള്ളൂ. ആരെയും ബസ്സും പതുക്കെ വരുന്നേ ഉള്ളൂ. ബസ്സിന് നടക്കാൻ വയ്യ. ജാനു എൻ്റെ കയ്യിരിപ്പുണ്ട്. ഇതായിരിക്കുന്നു ജാനു. ഒരു ടിക്കറ്റ് ഉണ്ട്. കുട്ടികൾക്ക് 15 രൂപ, വലിയവർക്ക് 25 രൂപയാണ്. ബസ്സു, കാലെങ്ങനെയുണ്ട്? കാല് പ്രശ്നമാണോ? കയറുമ്പോൾ 2 സൈഡിലും ചെറിയ കൽമണ്ഡപങ്ങളുണ്ട്. അതിൽ ലെഫ്റ്റ് സൈഡിലാണ് ടിക്കറ്റ് കൗണ്ടർ. അവിടെ ചെറിയൊരു ആനയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആനയുടെ തുമ്പിക്കൈയിൽ നിന്ന് വെള്ളം പറഞ്ഞാണ്ടാ ബസ്സു? ജാനു, ആനയുടെ തുമ്പിക്കൈയിൽ നിന്ന് വെള്ളം പറഞ്ഞാണ്ടാ? അങ്ങോട്ട് പോവാം. ഇതാണ് നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ. ഗൂഗിൾ പേ ഒക്കെ അവൈലബിൾ ആണ്. നമ്മുടെ ജാനൂട്ടി എൻ്റെ കയ്യിരിക്കുകയാണ്. അതാണ് എൻ്റെ വോയിസ് ഇങ്ങനെ എരിച്ചെരിച്ചെരിച്ച് കേൾക്കുന്നത്. ഇവിടെ എനിക്കൊന്നും പള്ളിയുടെ എന്തൊക്കെ കുരിശുമലയോ അങ്ങനെ എന്തൊക്കെ നടക്കുമെന്ന് തോന്നുന്നു. അവിടെ ആയിട്ട് കുരിശ് വെച്ചിട്ടുണ്ട്. എന്തോ ആന നമ്മൾ ആനയുടെ അടുത്തെത്തി. കൊള്ളാം അല്ലേ? ആനയുടെ തുമ്പിക്കൈയിൽ നിന്ന് വെള്ളം പറഞ്ഞാണ്ടാ? ഇതിനകത്ത് കുറച്ച് തണുപ്പുണ്ട്, പുറത്ത് നല്ല ചൂടാണ്. ഇതിനകത്തൊരു ചെറിയ ഷോപ്പൊക്കെ ഉണ്ട്. ബെറോട്ട ബീഫ് കറി അതൊക്കെ കിട്ടും കേട്ടോ. ചുക്ക് കാപ്പി. ഇതിനകത്ത് നല്ല രസമുണ്ട്. ഇതോ ആര്യ വരുന്നതേ ഉള്ളൂ. നല്ല ചെറിയ തണുത്ത കാറ്റും പിന്നെ ഇവിടെ നിന്നുള്ള വ്യൂ ആണിത്. ഇടിമിന്നൽ ഏൽക്കാൻ സാധ്യതയുള്ളതിനാൽ ആരും മുകൾ ഭാഗങ്ങളിൽ നിൽക്കാൻ പാടില്ല എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ എന്താ മുകളിലോട്ട് നടക്കുകയാണ്. അവർ താഴെ റെസ്റ്റ് ചെയ്യുകയാണ്. താഴെ ആ കൽമണ്ഡപത്തിൽ
പാഞ്ചാലി മണ്ണിനെ പറ്റിയിട്ട് ഒരുപാട് ഐതിഹ്യങ്ങളൊക്കെ ഉണ്ട്. പാഞ്ചാലിയും പാണ്ഡവന്മാരൊക്കെ ഇവിടെ താമസിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അറിഞ്ഞുകൂടാ എത്രത്തോളം സത്യമാണെന്ന്. ഇവിടെ ഒരു പാഞ്ചാലി കുളവും പാണ്ഡവൻ ഗുഹ ഒക്കെ ഉണ്ടെന്നാണ് ഞാൻ വായിച്ചത്. ഞാൻ പറഞ്ഞില്ലേ അവിടെയൊക്കെ കുരിശ് വെച്ചിട്ടുണ്ട്. ഇത് അവിടെ അവിടെ ഇവിടെ ചെറിയൊരു വാച്ച് ടവറുണ്ട്. പിന്നെ ഇവിടെ അടുത്തായിട്ടൊരു ക്ഷേത്രമുണ്ട്. കണ്ടില്ലേ? എനിക്ക് തോന്നുന്നു അതാണ് ഏറ്റവും മോൾ ഭാഗം. ഇവിടെ വണ്ടികളൊക്കെ പോകുന്നുണ്ട്, ബൈക്കും കാറൊക്കെ. ഇതാ ആ കാറിനൊക്കെ കയറ്റി വിട്ടിരിക്കുന്നതാണ്. പക്ഷെ നമ്മുടെ കാറിനൊന്നും കയറ്റി വിട്ടില്ല, അവിടെ താഴെ തന്നെ പാർക്ക് ചെയ്യിപ്പിച്ചു. ഇതെനിക്ക് തോന്നുന്നു ഗവൺമെൻറ്റിൻ്റെ കാറായതുകൊണ്ടായിരിക്കാം. ഇനി അതിൻ്റെ മുകളിലാണ് നമുക്ക് പോകേണ്ടത്. അതാണ് ടോപ്പ് പോയിൻ്റ്. ഇവിടെ നിന്നുള്ള വ്യൂ കാണിച്ചു തരാം. നല്ല ചൂടുണ്ട്. ആ റോഡ് വഴി വണ്ടികളൊക്കെ പോകുന്നുണ്ട്. ഇവിടെയും ഒരു വെയിറ്റിംഗ് ഏരിയ ഉണ്ട്. അങ്ങനെ പാഞ്ചാലി മണ്ണിൻ്റെ ഏറ്റവും ടോപ്പിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. ശ്വാസമൊന്നും കിട്ടുന്നില്ല. പക്ഷേ ഒരുപാടൊന്നും നടക്കില്ല കേട്ടോ, ഒരു 10 മിനിറ്റ്. നിങ്ങൾ ആലോചിക്കുക, എന്നിട്ടൊന്ന് ഇരയ്ക്കുന്നതാണ്. ചെറിയ ഇവിടെ ഒരു കയറ്റമുണ്ട്, അത്രേ ഉള്ളൂ. നല്ല വ്യൂ ആണ് കേട്ടോ. എൻ്റെ ബാക്കിൽ കണ്ടോ, വേറെ ആരുമില്ല, ഞാനും പിന്നെ ഒരു ഫാമിലിയും മാത്രമേ ഉള്ളൂ. ആരെയും ബസ്സും അവിടെ ഇരിക്കണം, ബസ്സിന് ഒട്ടും മയ്യ നടക്കാനായിട്ട്. നല്ല ചൂടാണ്. ഞാൻ പറയുന്നത് ഒരു ജൂൺ ജൂലൈ മാസത്തിൽ ഇവിടെ വിസിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതാകുമ്പോൾ ഇവിടെ നിറയെ കോടയും കാര്യങ്ങളൊക്കെ കാണും. ചെറിയൊരു തണുത്ത കാറ്റുണ്ടെന്നല്ലാതെ നല്ല ചൂടാണ്. നിന്ന് നല്ല വേർക്കുകയാണ് ഞാൻ. ഓക്കെ, അപ്പം ഞാൻ എന്താ തിരിച്ച് അവരുടെ അടുത്തോട്ട് പോവുകയാണ്. ഭയങ്കര ചൂട് കേട്ടോ. ഞാൻ എന്താ ഫുൾ വിയർത്ത് കുളിക്കുകയാണ്. ഇനി അടുത്ത നമ്മുടെ സ്പോട്ട് ആഷ്ലി ബംഗ്ലാവിലോട്ടാണ്, നമ്മുടെ ഇയോബിൻ്റെ പുസ്തകമൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലം. അത് കഴിഞ്ഞ് പറ്റുമെങ്കിൽ അമ്മച്ചി കൊട്ടാരം, അത് കഴിഞ്ഞ് പരുന്തുംപാറ പോവും. ഇത്രയേ ഉള്ളൂ ഇവിടെ മെയിനായിട്ട് കാണാൻ പറ്റിയ സ്ഥലങ്ങൾ. പിന്നെ ഇവിടെ ഒരു പൈൻ ഫോറസ്റ്റ് ഉണ്ട് കുട്ടിക്കാനത്ത്. വാഗമണിലും ഉണ്ട്, കുട്ടിക്കാനത്തും ഉണ്ട്. പക്ഷെ അങ്ങോട്ടൊന്നും നമ്മൾ പോകുന്നില്ല, പിന്നെ ഒരുപാട് ലേറ്റ് ആകും വീട്ടിലെത്താനായിട്ട്. ഓക്കെ, ഇനി ആഷ്ലി ബംഗ്ലാവിൽ വെച്ച് കാണാം. ഒരു കിടിലൻ സാധനത്തെ കണ്ടു, പക്ഷെ ജീവനില്ല. കരിന്തേള്. അവിടെ ഒരു വീട് കാണാൻ പറ്റുന്നുണ്ട്, അതാണെന്ന് തോന്നുന്നു ബംഗ്ലാവ്. ഇതാണ് ഇവിടെ നിന്നുള്ള വ്യൂ. ആരുമില്ല, അത് അങ്ങോട്ടൊക്കെ കാടാണെന്ന് തോന്നുന്നു. അത് നമ്മുടെ വണ്ടി കിടക്കുന്നത്. പാവം അപ്പുക്കുട്ടൻ, നമ്മുടെ വണ്ടിയുടെ പേരാണ് അപ്പുക്കുട്ടൻ. 2 കിലോമീറ്റർ അപ്പുക്കുട്ടൻ ശരിക്കും ഒന്ന് പാടുപെട്ട്. ഇതല്ല റോഡ്, അങ്ങോട്ട് പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളാണ്. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്.